നെയ്ച്ചോറിൻ്റെയും പൊറാട്ടയുടെയും പത്തിരിയുടെയും ഒക്കെ കൂടെ കഴിക്കാനായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ബീഫ് കറിയുടെ റെസിപ്പി നോക്കാം. അതിനായിട്ട് കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. 2 ചെറിയ കഷ്ണം പട്ട, 3 ഏലക്ക, 3 ഗ്രാമ്പൂ, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും 1/2 ടീസ്പൂൺ മുഴുവൻ കുരുമുളകും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു വലിയ സവാളയും 2 തണ്ട് കറിവേപ്പിലയും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 4 പച്ചമുളക്, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഒരു തക്കാളിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള 1/2 കിലോ ബീഫാണ് ചേർക്കുന്നത്. ബീഫ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളവും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 4 വിസിലൊക്കെ കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് ചിരുവിയ തേങ്ങ, ഒരു ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു ഗ്രാമ്പൂ, 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് വെന്തിട്ടുള്ള ബീഫ് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഇതിലേക്ക് മിക്സി ജാറിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് അതുകൂടി കറിയിലേക്ക് തിരിച്ചൊഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കറി നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ 2-3 ടേബിൾ സ്പൂൺ മല്ലിയില കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കിയാൽ അടിപൊളി ടേസ്റ്റിലുള്ള ബീഫ് കറി റെഡിയായി. നെയ്ച്ചോറിൻ്റെ കൂടെ മാത്രമല്ല പത്തിരിയുടെയും പൊറാട്ടയുടെയും ഒക്കെ കൂടെ അടിപൊളിയാണ്.